everyone, welcome to Kids Area Online. മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് ആനുവൽ എക്സാം ആയിരുന്നു. എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ആൻസർ ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം വരുന്നത്. അവധിക്കാലത്ത് കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഒഴിവു സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെ വിജയികൾക്കും സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിൻ്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ അവധിക്കാലത്തും വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഏപ്രിൽ 6-നാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാത്സ് ബേസിക് ക്ലാസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ 9746487799. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ആൻസർ എന്നതായിരുന്നു. ടീച്ചർ ക്ലാസ്സിലൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ഗ്രാൻഡ് പായും ഗ്രാൻഡ് മേക്കുള്ള ഒരു സ്റ്റോറി പറഞ്ഞില്ലേ? യെസ്. അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്നും ബന്ധപ്പെട്ട് ഒരു 5 ചോദ്യങ്ങളായിരുന്നു ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Where did they find the pumpkin? Who cooked the pumpkin halwa? Why did the halwa taste very good? Which statement is true? This story is about എന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെ ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. രണ്ടാമത്തത് റീഡ് ആൻഡ് ആൻസർ ദ ബ്രോക്കൺ വിൻഡോ. Winnie loved to play cricket. One day, Winnie and her friends were playing in the ground. Winnie was batting. She hit the ball very hard. Crash. The ball broke a window of the nearby house. Let's run away, her friend said. But Winnie remembered her teacher's words. Honesty is the best policy. Winnie went to that house. An old man was sitting on the veranda in front of the house. Sorry, uncle, I broke your window by my mistake, Winnie said. The old man smiled and said, don't worry, I will repair it. Thank you for being honest. You are a good girl. Winnie felt happy and proud. ഇവിടെ എന്താണ്? വിനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്. വിനിയും കൂട്ടുകാരും പ്ലേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. വിനി ബാറ്റ് ചെയ്തപ്പോൾ ബോൾ എവിടെ പോയി വീണു? തൊട്ടടുത്ത വീട്ടിലുള്ള വിൻഡോയിൽ പോയി വീണു. അവിടെ വിൻഡോ എന്ത് ചെയ്തു? ബ്രോക്കായി. ആ ഒരു വിൻഡോ പൊട്ടിച്ചു. അങ്ങനെ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, വരൂ നമുക്ക് ഓടിക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഓടിപ്പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വിനി ടീച്ചർ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു. സത്യസന്ധതയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് ഓർമ്മിച്ചു. അങ്ങനെ വിനി എന്ത് ചെയ്തു? നേരെ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വരാന്തയിൽ ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്കിളിനോട് സോറി പറഞ്ഞു, ഇങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാനത് ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഏട്ടു പറഞ്ഞു സത്യസന്ധത കാണിച്ചതിന് നീ നല്ലൊരു കുട്ടിയാണ് എന്ന് പറയുകയും ചെയ്തു. ഇതിൽ നിന്നും വീണ്ടും 5 ചോദ്യങ്ങളുണ്ട്. വിനീസ് ഫേവറേറ്റ് ഗെയിം വാസ്, വിനിയുടെ ഫേവറേറ്റ് ഗെയിം എന്തായിരുന്നു? ക്രിക്കറ്റ്. വാട്ട് ഹാപ്പൻ വെൻ വിനി ഹിറ്റ് ദ ബോൾ വെരി ഹാർഡ്? എന്ത് സംഭവിച്ചു? ഇറ്റ് ബ്രോക്ക് എ വിൻഡോ. വൈ ഡിഡിൻ വിനി റൺ അവേ? എന്തുകൊണ്ടാണ് ഓടാത്തത്? വിനി എന്തുകൊണ്ടാണ് ഓടാത്തത്? ഷീ റിമെമ്പേർഡ് ഹെർ ടീച്ചേഴ്സ് വേർഡ്സ്. Who was sitting on the veranda of the house? Old man. Why did Winnie feel happy and proud? എന്തിനാ? For being honest. സത്യസന്ധത കാണിച്ചതുകൊണ്ട് അവൾക്ക് തന്നെ സന്തോഷവും പ്രൗഡും ഒക്കെ തോന്നി. ഓക്കെ. ഇനി രണ്ടാമത്തത് ഇവിടെ ഒരു സ്ലോഗൻ നൽകിയിട്ടുണ്ടായിരുന്നു. സ്ലോഗൻ മാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഫോളോ ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതായിരുന്നു ഫോളോ ട്രാഫിക് റൂൾസ്. ദേ ഡോണ്ട് ത്രോ എവേ വേസ്റ്റ്. ചപ്പുചവറോട് വലിച്ചെറിയരുത്, ഇവിടെയുണ്ട്. പ്ലാന്റ് ട്രീസ് പ്രൊട്ടക്ട് എർത്ത്, അത് ഇവിടെയുണ്ട്. സേവ് വാട്ടർ സേവ് ലൈഫ്, ഇവിടെയുണ്ട്. 5ാമത്തതാണ്.
നെക്സ്റ്റ് ബി കൈൻഡ് ടു അനിമൽസ് ഒന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തത് എങ്ങോട്ടേക്ക് വരയ്ക്കണം? ഒന്നാമത്തേത് ഇയിലോട്ട് വരയ്ക്കണം, ബി കൈൻഡ് ടു അനിമൽസ്. രണ്ടാമത്തത് എങ്ങോട്ടേക്ക് വരയ്ക്കണം? സിയിലോട്ട് വരയ്ക്കണം, പ്ലാന്റ് ട്രീസ് പ്രൊട്ടക്ട് എർത്ത്. മൂന്നാമത്തത് ഏതിലോട്ട് വരയ്ക്കണം? എയിലോട്ട് വരയ്ക്കണം, ഫോളോ ട്രാഫിക് റൂൾസ്. നാലാമത്തത് എങ്ങോട്ടേക്ക് വരയ്ക്കണം? ബിയിലോട്ട് വരയ്ക്കണം, ഡോണ്ട് ത്രോ എവേ വേസ്റ്റ്. അഞ്ചാമത്തത് എങ്ങോട്ട് വരയ്ക്കണം? ഡിയിലോട്ട് വരയ്ക്കണം, സേവ് വാട്ടർ സേവ് ലൈഫ്. അതായിരുന്നു ആൻസർ. നാലാമത്തത് തോട്ട്സ് ആയിരുന്നു. വെൻ ദ സ്റ്റോം കെയിം ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് hide under a cot. Toto was scared. What will be his thoughts? Write the thoughts of Toto. ടോട്ടോയുടെ തോട്ട്സ് എഴുതുക എന്നുള്ളതായിരുന്നു 4A. ഓർ അതല്ലെങ്കിൽ 4B ഡയറി ആണ്. The king gifted gold coins to the farmer. The farmer became very happy. That night he started to write the diary. Complete the diary of the farmer. ഫാർമറിന് കിങ് ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഫാർമർ വളരെ സന്തോഷത്തിലായി. അന്ന് രാത്രി കിങ് നമ്മുടെ ഫാർമർ എഴുതാനുള്ള ഡയറി എന്താണെന്ന് എഴുതുക. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഇവിടെ ഒരു ഫ്ലവർ കാണുന്നുണ്ട്, ജാസ്മിൻ ആണ്. ജാസ്മിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ: ദിസ് ഈസ് ജാസ്മിൻ, ഇറ്റ്സ് വൈറ്റ് ഇൻ കളർ, ഇറ്റ് ഹാസ് നൈസ് ഫ്രാഗ്രൻസ്, ഇറ്റ് ബ്ലൂംസ് അറ്റ് നൈറ്റ്. ഇവിടെ ഒരു 4 വരിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോസിനെ കുറിച്ചും മേരി ഗോൾഡിനെ കുറിച്ചും 4 വരി വീതം ഡിസ്ക്രിപ്ഷൻ എഴുതുക. ദിസ് ഈസ് എ റോസ്, ദിസ് ഈസ് മാരി ഗോൾഡ് എന്ന് എന്ത് ചെയ്യുക, അതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതുക. 5B ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്. ഫാർമറിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഫാർമർ അതുമായിട്ട് പോകുന്നു, വൈഫിൻ്റെ അടുത്ത് പോകുന്നു, അറിയാമല്ലോ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി ആയിട്ട് എഴുതുക. അതായിരുന്നു 5ാമത്തെ ബി ക്വസ്റ്റ്യൻ. 3ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇതിൻ്റെ ആൻസർ ടീച്ചർ പ്രത്യേകിച്ചൊരു വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.